അമ്മേ ഇവര് കള്ളന്മാരാ ഇവർക്ക് വീട് കൊടുക്കല്ലേ. മനസ്സിനും പിച്ചുലയും കള്ളന്മാരാണെന്ന് കുട്ടിമണി പറയുന്നു. ഫോൺ തിരികെ വാങ്ങണമെന്ന് മതികല ജലജിയോട് പറയുന്നു. മതികല വയലോരം വീട്ടിൽ നിൽക്കുന്ന കാര്യത്തിൽ ജലജിയും ബാലനും തമ്മിൽ വാക്കുതർക്കം. കുട്ടിമണിയും രാഹുലിനും തമ്മിലുള്ള വിവാഹം നടത്തണമെന്ന് രാഹുലിന്റെ അമ്മയും സഹോദരിയും. തുടർന്ന് കാണുക. അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഓടാത്ത കുറെ സാധനങ്ങൾ വഴി കൊണ്ടിട്ടിരിക്കും. വല്ലാത്തൊരു ഗതികേട് തന്നെ. പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഗ്രേവി. മോനിത് പിടിക്ക്. എന്തോന്നാ ഇത്? നീ വാങ്ങിച്ച പാഴ്സലിന്റെ വില 3-4 കിലോ അരിയുണ്ട്. ഏതെങ്കിലും പലചരക്ക് കടയിൽ കൊടുത്ത് കാശ് വാങ്ങിച്ചോ. എനിക്കെങ്ങും വയ്യ, കാശ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇതെന്തോന്നത്? ബാർട്ടർ സിസ്റ്റം. പിടിച്ചേ. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ ഇത് തിരിച്ച് ആ താടകയ്ക്ക് തന്നെ വിറ്റോളാം. ഓ, അപ്പൊ അതാണ് ഇവിടുത്തെ പരിപാടിയല്ലേ, മോഷണം? അതൊക്കെ പറയടാ, ഇത് മോഷണമൊന്നും അല്ല. കഴിഞ്ഞ മാസത്തെ ശമ്പളം പോലും കിട്ടിയിട്ടില്ല. എങ്ങനെയെങ്കിലും മുതലാക്കണ്ടേ. ഒരു മൂക്കുത്തി വാങ്ങണമെന്ന് ഞാൻ എത്ര നാളായി വിചാരിക്കുന്നു അറിയാമോ? ഈ പൂച്ചയ്ക്കൊരു മൂക്കുത്തി എന്നൊക്കെ പറയുന്നത് ഇതായിരിക്കും അല്ലേ? ഇക്കണക്കിനാണ് ഞാൻ നിങ്ങൾ എങ്ങനെ വിശ്വസിച്ച് എന്റെ കൂടെ കൊണ്ടുപോകും? നിങ്ങൾ കൂടും കൊടുക്കുകയും സഹിതം അടിച്ചോണ്ട് പോവില്ലേ? മക്കളെ, എന്തോ നല്ല ജോലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയടാ, ഞാനിവിടുന്ന് ചാടാം. ഈ നല്ല ജോലി എന്ന് ഉദ്ദേശിച്ചതേ എന്ത് ജോലിയാ? അങ്ങനെ ചോദിച്ചാ ജില്ലാ കളക്ടർ, ഡോക്ടർ, സിനിമാ നടി, എഞ്ചിനീയർ, ഇങ്ങനെയുള്ള ആരുടെയെങ്കിലും വീട്ടിൽ എനിക്കൊരു ജോലി വാങ്ങിച്ചതാടാ, ഞാൻ രക്ഷപ്പെടും. ഇതായിരുന്നോ? ആ, ഞാൻ പേടിച്ചുപോയി. അല്ലെങ്കിൽ വേണ്ട, ജോലിക്കാരി ഇവിടെ നിൽക്കട്ടെ. നീ എന്തിനാ എന്നെ അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? എന്റെ ചേച്ചി, കുട്ടിമണിയെ കൊണ്ടേ ഞാൻ തോറ്റു. എന്റെ അമ്മയുടെയും ചേച്ചിയുടെ മുമ്പിൽ കള്ളി വെളിച്ചത്തോന്ന് തോന്നിയ സമയത്ത് ഞാൻ അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന അബദ്ധത്തിൽ പറഞ്ഞു പോയി. വീട്ടുകാരൊന്നും ഞെട്ടിക്കണമെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷെ കുട്ടിമണി ഇത് സീരിയസ് ആയിട്ട് എടുത്തു. കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവളും കൂടെ വാടകയ്ക്ക് വേറെ വീടെടുക്കുന്നത് വരെ അവളുടെ ചിന്തകള്. അതങ്ങനെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഓ, അപ്പൊ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് എനിക്ക് നിങ്ങളുടെ വീട്ടിൽ ജോലി തരാനാ പരിപാടി അല്ലേ? സത്യമായിട്ട് ഞാൻ മോട്ടിക്കത്തില്ല രാഹുല. ചേച്ചി എന്തോന്ന് ചേച്ചി പറയുന്നത്? അവൾ എനിക്ക് എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? നീ ആണോ അവള് പെണ്ണുമല്ലേ? നിങ്ങൾ കല്യാണം കഴിച്ചാൽ എന്താ കുഴപ്പം? എന്റെ ചേച്ചി, നിയമപരമായി അവള് വേറൊരുത്തന്റെ ഭാര്യയല്ലേ. ആ ബന്ധം ഒഴിയാതെ ഞാൻ അവളെ കല്യാണം കഴിച്ചാലേ പോലീസുകാർ എന്നെ തൂക്കിയെടുത്തോണ്ട് അകത്തോണ്ടിടും. ഓ, ഈ നിയമം കണ്ടുപിടിച്ചവനെ തൂക്കിക്കൊല്ലണം. എന്റെ പൊന്നു ചേച്ചി, കല്യാണത്തിൽ നിന്ന് ഒഴിയാൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ. ഒരു വഴിയുണ്ട്, ഒരു ന്യൂ ജനറേഷൻ വഴിയാ. പറ ചേച്ചി പറ. കല്യാണം കഴിക്കാതെ തന്നെ പെണ്ണും ചെറുക്കനും ഒരുമിച്ച് താമസിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. അതിന് ഇംഗ്ലീഷില് ഏതാണ്ട് പറയും, ലിവിങ് എ ടുഗദർ എ ലിവിങ്, അങ്ങനെ ഏതാണ്ടാണ്. നീ കുട്ടിപ്പണിയും കൂടെ ഒരുമിച്ച് ലീവിടാ രാഹുല. എന്റെ വായിരിക്കുന്നൊന്നും കേക്കല്ലേ ചേച്ചി. അവളെ കല്യാണം കഴിക്കാൻ എനിക്ക് ആഗ്രഹം ഇല്ലഞ്ഞിട്ടല്ല, പക്ഷെ ആ ആഗ്രഹത്തിനൊപ്പം തന്നെ എന്റെ മനസ്സ് പറയുക ചെയ്യുന്നത് മഹാപാപമാണെന്ന്. എത്രയൊക്കെ ആയിരുന്നാലും അവളൊരു അമ്മയും ഭാര്യയല്ലേ. എന്നാ പിന്നെ നീ അവളെ മനസ്സിന് വിട്ടുകൊടുക്ക്. അവൻ അവളെ നിന്നെക്കാൾ നന്നായി നോക്കിക്കൊള്ളും. നിങ്ങളോട് അഭിപ്രായം ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ദാണ്ട കിടക്കണം. പട്ടിയോട്ട് തിന്നേമില്ല, പശുവിനെ കൊണ്ട് തീറ്റിക്കുകയില്ലെന്ന് വെച്ചാ ഞാൻ എന്തു പറയാനാ? നീ എന്താ ഉദ്ദേശിക്കുന്നത് അത് പറ. എന്റെ ബുദ്ധി കൊണ്ട് പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കാൻ പാടില്ല. എന്നാ അവൾ എന്നും എന്റെ ഒപ്പം ഉണ്ടാവുകയും വേണം. അതല്ലേ ഞാൻ മറ്റേ ലിവിങ്ങിന്റെ കാര്യം പറഞ്ഞത്. നമസ്കാരം, ഞാൻ പോവാ ചേച്ചി. അല്ല, നിനക്ക് അരി വേണ്ടേ? അരിയല്ല, നിങ്ങൾ കൊണ്ട് പുഴുങ്ങി തിന്ന്. എഴുന്നള്ളിരിക്കുന്നു ഒരു മണ്ടത്തരവും കൊണ്ട്. ഓരോ ചെറുപ്പക്കാര്
ലിവിങ്ങിന്റെ കാര്യം പറഞ്ഞ് ചാടി വീഴും. ഇവൻ വെറും പഴഞ്ചൻ. ഇത്ര മനോഹരമായ ആചാരങ്ങൾ 10-35 കൊല്ലം മുമ്പില്ലാതെ പോയല്ലോ ദൈവമേ. ശീലാവതി, എന്തോ ദാ വരുന്നു മാഡം. നീ എവിടെ പോയിരുന്നു? എന്റെ മാഡം, വിശപ്പ് കാരണം ടെൻഷൻ അടിച്ചിരിക്കുന്നത് സഹിക്കാൻ എനിക്കായില്ല. ഞാൻ എന്റെ കൂട്ടുകാരിയുടെ കയ്യിൽ നിന്ന് 500 രൂപ കടം വാങ്ങി 5 കിലോ അരി വാങ്ങി. നിനക്കെന്നോട് അത്രയ്ക്ക് സ്നേഹമാണോ ശീലാവതി? ഈ ശീലാവതിയുടെ ശരീരം മുഴുവൻ സ്നേഹമോ മാഡം? ഈ പൊതി കണ്ടോ? പൊറോട്ടയും ചാറുമാ. ഇനി അരി വേവും വരെ എന്റെ മാഡം വിശന്നിരിക്കണ്ടല്ലോ എന്ന് കരുതി. 500 രൂപ കിട്ടിയ സ്ഥിതിക്ക് ചിക്കനോ മട്ടനോ വലുതും വാങ്ങായിരുന്നില്ല ശീലാവതി? അത് പറ്റില്ല. സൂക്ഷിച്ച് ചിലവാക്കിയില്ലെങ്കിലേ കുഴപ്പാ. അതോർത്ത് നീ വിഷമിക്കേണ്ട ശീലാവതി. എന്റെ കുറച്ച് സ്വർണ്ണം ഇവിടെ ഇരിപ്പുണ്ട്. അതിന്ന് 2 വളയെടുത്ത് നമുക്ക് പണയം വെക്കാം. എന്റെ കൈ തന്നു വിട്ടാ മതി, ഞാൻ പണയം വെക്കാം. കാശ് കിട്ടുമ്പോ ഞാൻ കടം വാങ്ങിയ 500 രൂപ ഇങ്ങ് തിരിച്ചു തരണം കേട്ടോ. തരാ ശീലാവതി. എന്തായാലും നീ പൊറോട്ട എടുത്തു വെക്കേ, വല്ലാതെ വിശക്കുന്നു. ശരി മാഡം. വേണമെങ്കിൽ ഒരു ഗ്ലാസ് ചായ എടുക്കാം. വേണ്ട വേണ്ട, ചായ വേണ്ട. വേണ്ടെങ്കിൽ വേണ്ട. മാഡം വാ. നാല് പൊറോട്ടയും ചിക്കനും എനിക്ക്, 2 പൊറോട്ടയും ചാറും തള്ളയ്ക്ക്. ഇതാ മാഡം, കഴിച്ചാട്ടെ. നീ എടുത്തില്ലേ? മാഡം കഴിച്ചിട്ട് ഞാൻ പിന്നെ കഴിച്ചോളാം. അത് വേണ്ട, നീയും എടുത്തോണ്ട് വാ. അയ്യോ മാഡം, ഞാനൊരു പാവം തൊഴിലാളിയാ. എന്നെ ഒപ്പമിരുത്തി സ്വന്തം വില കളയരുത് മാഡം. അതിലൊന്നും ഒരു കാര്യവും ഇല്ല ശീലാവതി. നീ കടം വാങ്ങിയ കാശുകൊണ്ട് എനിക്ക് ആഹാരം വാങ്ങിച്ചു തന്നില്ലേ? ഇത്രേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. നീയും കഴിക്ക. എങ്കിൽ ഞാൻ അടുക്കളയിരുന്ന് കഴിച്ചോളാം മാഡം. ശരി, ചെല്ല. ശരി. വിളിക്കണ്ട, പാവം കഴിച്ചോട്ടെ. പൊരിച്ച കോഴിയുടെ മാദക സുഗന്ധം. നിന്നെ ഞാൻ കടിച്ചു വരിക്കുവിടാ ശീലാവതി. ഹായ്, എനിക്കറിയായിരുന്നു സസ്പെൻസ് ആയിട്ട് നീ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടാവുമെന്ന്. നീ സ്നേഹമുള്ളവളാ ശീലാവതി. നിനക്ക് നല്ലതേ വരൂ. എനിക്കിത് മതി. വെള്ളം വേഗം കൊണ്ടുവരണേ. ഭൂതന, എങ്കിൽ പിന്നെ എന്നെ കൂടെ പിടിച്ചങ്ങ് തിന്നടി ഭൂതമേ. ചിക്കന് ഭയങ്കര എരി. ശീലാവതി വെള്ളം കൊണ്ടുവാ. വെള്ളം ശീലാവതി, കുറച്ച് ഗ്രേവിയും കൂടി കൊണ്ടുവാ. ചാർ മറിഞ്ഞുപോയി മാഡം. ആണോ? നന്നായി. ഇതാടി പറയുന്നത്, പൊട്ടനെ ചട്ടൻ ചതിച്ച ചട്ടനെ ദൈവം ചതിക്കുമെന്ന്. നല്ല ഇളം കോഴി. ജോഷര, ഇനി ഞാൻ ഒറ്റിക്കോട്ടെ. ഇങ്ങനെ ഒറ്റാനേ നല്ല രസമായിരിച്ചു. മിണ്ടായിരിക്കും കുട്ടി. അടങ്ങി നിക്കേ.
ആരോടും മറഞ്ഞു നിൽക്കുക. ജ്യോതിഷ പ്രശ്നത്തിൽ ഒന്നും തെളിയുന്നില്ല. കടുത്ത ദോഷം വരുമെന്ന് തന്നെ സാരം. അയ്യോ, അല്ല ഇനി ജലദോഷമാണോ വരുന്നത് ജോത്സരെ? ഏതായി കുട്ടി? ഇവിടെ രാഹുലം വേളി കഴിക്കാൻ പോകുന്നത്. ഓ, ശനീശന് യഥാവിധി വഴിപാടുകൾ നടത്തുക. സർപ്പദോഷത്തിന് ഒരു 100 പാലും, കൃഷ്ണന് പാൽപ്പായസം. അത്രയും ചെയ്തിട്ട് ഇനി കവടി വെക്കുന്നതാവും ഉത്തമം. ശരി. വേളിക്ക് മുഹൂർത്തം കുറിക്കുന്ന കാര്യവും ഇനി നീട്ടി വെക്കണോ? മുഹൂർത്തം കുറിക്കാം, പക്ഷെ ജാതകം നോക്കണ്ടേ? ഇനി ജാതകം നോക്കിയിട്ടൊന്നും കാര്യമില്ല. രണ്ടുപേരും കൂടി തീരുമാനം എടുത്ത സ്ഥിതിക്ക് ജാതകം ചേരില്ലെങ്കിലും അവര് പറഞ്ഞാ കേക്കില്ല. എന്താ കുട്ടി പറയുന്നേ? ജാതകം നോക്കാതെ വേളിയോ? രണ്ടുപേരുടെയും ജാതകം ഇഞ്ഞെടുത്തോണ്ട് വരിക. ഇവളുടെ ജാതകമൊന്നും ഇരിപ്പില്ല ഇവിടെ. എന്നാ ജനനത്തീയതി പറയുക, സമയവും. കുട്ടുമണി, ആ നീ ജനിച്ച ദിവസവും സമയം അറിയോ? ആ പിന്നെ എനിക്കറിയാ. ഞാൻ പോയി രാഹുലിന്റെ ജാതകം എടുത്തിട്ട് വരാം. രാഹുലൻ ഞാൻ ഇപ്പൊ വരാവേ. ജനന സമയം പറഞ്ഞിട്ട് പോകൂ. ഏതാ ദിവസം? ദിവസം ഈ പത്രത്തിലെ ഈ ഭാഗത്ത് കാണുന്നതാണ് ദിവസവും തീയതിയും. ഇത് കണ്ടോ, 2016 ജൂലൈ 1. 2016 ജൂലൈ 1. ഇതാണ് 2016. ഇത് ജൂലൈ, ഇത് 1. അക്ഷരമൊക്കെ വായിച്ചാൽ എനിക്കറിയാലോ. ഇത് നടുക്കുള്ളത് ജൂലൈ അല്ലേ? അതെ. ജൂലൈ. എന്താ കുട്ടി, തീയതിയും സമയവും ഓർമ്മ വരുന്നില്ലേ? ഓർമ്മ ഇപ്പൊ പറയാവേ. 2016 ജൂലൈ എത്ര? 3 1 ഉണ്ടല്ലോ. ജൂലൈ 3 1. പിന്നെ സമയം ചായ കുടിക്കുന്ന സമയട്ടോ 4 മണി. ഈ കുട്ടി നമ്മെ പരിഹസിക്കുകയല്ലേ? അയ്യോ, പരിഹസിക്കല്ല. ഒരപകടം പറ്റി ഇവളുടെ മനസ്സിലെ പഴയ ഓർമ്മകളൊക്കെ മാഞ്ഞുപോയി. ഓ, പാവം കുട്ടി. എന്തൊരു ഐശ്വര്യ കാണാൻ. വിധി അല്ലാതെ എന്താ പറയുക? രാഹുലിന്റെ ജാതകം. ഇവളുടെ ജാതകം ഇല്ലാതെ ഇതുകൊണ്ട് എന്ത് പ്രയോജനം അമ്മേ? ജോത്സരെ, എനിക്ക് ആ ഷാനൊന്ന് ഉരുട്ടാൻ തരുവോ? തരാം, പക്ഷെ ഇപ്പോഴല്ല, പിന്നെ. ഒരു പിന്നെ ചോദിക്കുമ്പോ തരാമയ്യ. നിമിത്ത ശാസ്ത്രം വെച്ച് ഞാനൊന്ന് ചിന്തിക്കാം. എന്നിട്ട് നിശ്ചയിക്കാം മുഹൂർത്തം കുറിക്കണോ വേണ്ടയോ എന്ന്. ശരി. അതെ രാഹുല. ഓ, രാഹുലിന് എന്താ ജോഷിന്റെ അടുത്തോട്ട് വരാത്തെ? നല്ല രസമല്ലേ അതിങ്ങനെ ഉരുട്ടിനാണ് കബഡിന്ന്. ഞാനൊന്നും ഉരുട്ടാൻ ചോദിച്ചു, അയാൾ തന്നില്ല, കൊരങ്ങൻ. അയാൾ എന്തിനാ അവിടെ വന്നിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? അതൊക്കെ എനിക്കറിയാം. നമ്മുടെ കല്യാണത്തിന് മുഹൂർത്തം കുറിച്ചാണല്ലേ. എന്തറിഞ്ഞിട്ടാ കുട്ടിമണി നീ കല്യാണമൊന്നും മുഹൂർത്തം എന്നൊക്കെ പറയുന്നത്? എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുന്നു നിനക്ക് വല്ല പിടിയുണ്ടോ? ഒരു കുഴപ്പം വരത്തില്ല. നമ്മൾ തമ്മിലേ നല്ല ചേർച്ച. സുന്ദരനും സുന്ദരി, ശരിയല്ലേ? സുന്ദരനും സുന്ദരിയൊക്കെ തന്നെയാ. പക്ഷേ ഇനി എന്നെ വേണ്ടാന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാനൊരു ഒറ്റ കുത്തി വെച്ചേരും. എന്നിട്ടേ ഞാൻ അമ്മ എടുത്തു പോകും. പറഞ്ഞേക്കാം. നീ എന്താ എന്നെ പേടിപ്പിക്കണോ? അതെ, പേടിപ്പിച്ചുവാ. എന്തോ ചെയ്യും? എന്നെ മര്യാദക്ക് കല്യാണം കഴിച്ചില്ലെങ്കിലേ ശരിപ്പെടുത്തും ഞാൻ. നിനക്ക് വട്ട. നിന്നെ കല്യാണം കഴിച്ചാൽ ആ നിമിഷം പോലീസുകാർ വന്ന് എന്നെ തൂക്കിയെടുത്ത് അകത്തിടും. അറിയോ നിനക്ക്? എന്നെ കല്യാണം കഴിക്കുന്ന കുറ്റമാണോ? അവളെ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ കല്യാണം കഴിച്ചേ? പിന്നെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നാലേ അവരോട് ഞാൻ പറയും സദ്യ ഉണ്ടിട്ട് ശാലം വിട്ടോളാൻ. എന്റെ സ്വന്തം ഇഷ്ടത്തിനാ ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാലേ അവരങ്ങ് ചമ്മി പോത്തില്ലേ? എന്റെ കുട്ടിമണി, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അന്ന് SP ഓഫീസിൽ വെച്ച് മുംതാസ് മാഡം പറഞ്ഞത് ഈ വീട്ടില് വാടക തരാതെ താമസിക്കുന്ന ഒരു അതിഥി മാത്രമായിരിക്കും നീ എന്നാ. അതിനപ്പുറം ഒരു അവകാശവും നിന്റെ മേലെ എനിക്ക് ഉന്നയിക്കാനാവില്ല. നിന്നെ കല്യാണം കഴിച്ചെന്ന് അവരറിഞ്ഞാലേ എന്നെ പിടിച്ചോണ്ട് ലോക്കപ്പിൽ കൊണ്ടിട്ട് ഇടിക്കും. അയ്യോ, അതൊന്നും വേണ്ട. രാഹുലിനെ പോലീസ് ഇടിച്ചണ്ട, എനിക്ക് സങ്കടം വരും. ദേ, എന്നെ ഇടിക്കാതിരിക്കണമെങ്കിലേ എങ്ങനെയും നമ്മുടെ കല്യാണം മുടക്കണം. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴി കാണുന്നുമില്ല.
നിന്നെ കല്യാണം കഴിക്കുന്ന അറിയാതെ എന്റെ വായിന്ന് വീണും പോയി. ഇനി ഞാൻ എങ്ങനെ മാറ്റി പറയും? ഒരു വഴിയുണ്ട്, ഒരു വഴിയുണ്ട്. എന്താ കുട്ടിമണി? എന്റെ ഏട്ടന്മാരില്ലേ തന്ത്രികള്, അവർക്ക് നമ്മുടെ കല്യാണത്തിന് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലോ? ഇടി ഭയങ്കരി, നിനക്ക് ബുദ്ധിയില്ലെന്ന് ആരാ പറഞ്ഞേ? പറഞ്ഞത് ഏരവനായാലും നമുക്ക് അവനെ തട്ടിക്കളയാം. എനിക്ക് അറിയാം, അളിയനായിരിക്കും അത് പറഞ്ഞത്. ഇനി കാണുമ്പോ ഞാൻ പറയും എന്റെ തല നരച്ചും ബുദ്ധിയാണെന്ന്. എന്തായാലും നിന്റെ ബുദ്ധി സൂപ്പർ. അതെ, ജോത്സ്യം പോയോ കുട്ടിമണി? അറിയത്തില്ല, ഞാൻ പോയി നോക്കണോ? ഒന്ന് പോയി നോക്കിട്ട് വാ. അയാൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ താഴോട്ട് വരാം. നിന്റെ ഏട്ടൻ തന്ത്രിയോട് ഫോണിൽ സംസാരിച്ചോണ്ട്. അയ്യോ, ഏട്ടൻ തന്ത്രിയോരോ? എനിക്കും ഫോൺ തരണേ. ഞാനാണല്ലേ ഇതുവരെ വർത്താനം വന്നിട്ടില്ല. എന്റെ കുട്ടിമണി, അതിന് ഞാൻ നിന്റെ ഏട്ടനെ വിളിക്കുന്നില്ലല്ലോ. വിളിക്കുന്നതായിട്ട് അമ്മയുടെയും ചേച്ചിയുടെയും മുമ്പിൽ അഭിനയിക്കുമല്ലേ. പിന്നെ നീ എങ്ങനെ ഏട്ടനോട് വർത്താനം പറയുന്നേ? അല്ല, എന്റെ ഏട്ടൻ തന്ത്രിയെ ശരിക്കും വിളിച്ച എന്നാ കുഴപ്പം? നിന്റെ ഒരു കാര്യം എടി, ശരിക്കും ഞാൻ നിന്റെ ഏട്ടനെ വിളിച്ചാലേ അവര് വന്ന് നിന്നെ പിടിച്ചോണ്ട് പോവില്ലേ മണ്ടി? എന്താ വിളിച്ച മണ്ടിനാ? ഇപ്പഴല്ലേ എനിക്ക് ഭയങ്കര കുത്തിയാണെന്ന് പറഞ്ഞത്. അയ്യോ, എന്നോട് ക്ഷമിക്കൂ കുട്ടിമണി. പോയി ജോത്സ്യം പോയി നോക്കിട്ട് വാ. എനിക്ക് മനസ്സില്ല, അറിയേണ്ടവര് തന്നെ തന്നെ പോയി നോക്കിയാ മതി. പെണങ്ങല്ലേ കുട്ടിമണി, ഞാനൊരു പാവമല്ലേ? ഒരു പാവമണ്ടാക്കുന്നു മണ്ടൻ, മരമണ്ടൻ, ആനമണ്ടൻ. സോറി, ഞാൻ വേണമെങ്കിൽ ഏത്തിടാം. കുട്ടിമണി ക്ഷമിക്ക്, കുട്ടിമണി ക്ഷമിക്ക്, കുട്ടിമണി ക്ഷമിക്ക്, കുട്ടിമണി ക്ഷമിക്ക്, കുട്ടിമണി. അതെ, ജാതി ചേച്ചി വന്നിട്ടുണ്ട് ഗണപതിയുടെ മുമ്പിലാ ഏറ്റുവിടുന്നേന്ന്. ഞാനെന്താ ഗണപതിയാണോ? അതെ, നീ ഗണപതി, ഞാൻ ഗണപതിയുടെ വാഹനമായ എലി. അതെ, നമസ്കാരം ചേട്ടാ. മകേഷോ, തന്റെ വേളിയുടെ ഇല്ലത്ത് പോയിട്ടാ ഞാൻ വരുന്നത്. അവിടെന്താ വല്ല പ്രശ്നം വെപ്പും ഉണ്ടായിരുന്നു? വേളി മുഹൂർത്തം കുറിക്കാനാ വിളിപ്പിച്ചത്. പക്ഷേ പ്രശ്നം വെച്ച് നോക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാ മതിയല്ലോ. കർമ്മദോഷം, അല്ലാതെ എന്താ പറയുക. വേളി മുഹൂർത്തോ? ആരുടെ? തന്റെ വേളിയുടെ ഉടപ്പിറന്നോനില്ലേ രാഹുലൻ, അവന്റെ വേളി തന്നെ. താൻ ഇതൊന്നും അറിഞ്ഞില്ലേ മകേഷേ? അറിഞ്ഞു, പക്ഷെ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. മറവി, അതാണ് രാഹുലൻ വേളി കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെയും പ്രശ്നം. പ്രശ്നം വെച്ചപ്പോ ആരൂടം മറഞ്ഞു നിൽക്കുക. പെണ്ണിനാണെങ്കിൽ ജനിച്ച സമയം പോലും ഓർമ്മയില്ല. ജനിച്ച ദിവസം ചോദിച്ചപ്പോ അവള് പറഞ്ഞതേ ഇന്നത്തെ തീയതിയാ. അപ്പോ അളിയന്റെ പെണ്ണ് കുട്ടിമണി തന്നെയാ. എന്റെ ചേട്ടാ, അവളുടെ കേസാണെങ്കിൽ ആരൂടെ മാത്രമല്ല, കംപ്ലീറ്റ് മറിഞ്ഞിരിക്കുക. ഉത്തരവും ഉത്രട്ടാതി എല്ലാം. സത്യമാ താൻ പറഞ്ഞത്. നിമിത്തം വെച്ച് ഞാൻ കബഡി നിരത്തിയപ്പോ തൽക്കാലം വേളി മുഹൂർത്തം നിശ്ചയിക്കേണ്ടെന്നാ തെളിഞ്ഞത്. ആ കാര്യം ഞാൻ തുറന്നു പറയുകയും ചെയ്തു. ചേട്ടൻ മഹാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ? പക്ഷെ അവനുണ്ടല്ലോ എന്റെ അളിയൻ, അവൻ ശരിയല്ല. എങ്ങനെയെങ്കിലും വേളി നടത്താനായി ഏതെങ്കിലും കള്ള ജോത്സ്യനെ സംഘടിപ്പിക്കും. എന്നിട്ട് ജാതകം നോക്കാതെ മുഹൂർത്തം കുറിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അത് ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും. കലി ബാധിച്ച നളന്റെ അവസ്ഥയിലാ ആ കുട്ടി. അതാ നിമിത്തം പറഞ്ഞത്. എന്നുവച്ചാ കലി ബാധിച്ച നളൻ വെറും പാചകക്കാരനായി അധപ്പതിച്ചു. കലി ഒഴിഞ്ഞപ്പോ കൈവന്നത് രാജയോഗം. ചക്രവർത്തിയായി അദ്ദേഹം. കുട്ടിമണിയും അങ്ങനെയാവോ? എന്താ സംശയം? തന്റെ വേളീഗ്രഹം അവക്ക് തടവറയാ. അവിടുന്ന് ഇറങ്ങിയ രാജയോഗം തന്നെ രാജയോഗം. അതെ, ഇന്നത്തെ കാലത്ത് രാജാവും ചക്രവർത്തിയും ഒന്നുമില്ല. എങ്കിലും ധനമുള്ളവൻ അധികാരിയാ, ലക്ഷമുള്ളവൻ അധിപതി, ലക്ഷാധിപതി, കോടിയുള്ളവൻ ഈശ്വരൻ, കോടീശ്വരൻ. നിമിത്തം പറഞ്ഞതേ ഈ തെരുവിന്ന് രക്ഷപ്പെട്ട അവൾ ഈശ്വരിയാകുമെന്നാ. ചേട്ടൻ്റെ നാവ് പൊന്നായിരിക്കട്ടെ. എന്ത് വില കൊടുത്തും ഞാൻ അവളെ അളിയന്റെ അടുത്ത് അടിച്ചു മാറ്റും. എങ്കിൽ അതൊരു സൽക്കർമ്മമാവും, തനിക്ക് പുണ്യം കിട്ടും. പുണ്യം കിട്ടിയിട്ട് എന്നാത്തിനാ? ഞാനേ എന്റെ ജാതകം കൊണ്ട് ചേട്ടന്റെ വീട്ടിലേക്ക് വരാം. വിശദമായിട്ടൊന്ന് നോക്കണം.
കുട്ടിമണിക്ക് കിട്ടാൻ പോകുന്ന രാജയോഗത്തിന്റെ ഒരു പങ്ക് എനിക്കു കൂടി കിട്ടുമെന്ന് നോക്കാനാ. ഓ ശരി, ശനിയാഴ്ച ഒഴിച്ച് എല്ലാ ദിവസവും ഞാൻ കബഡി വെക്കും. ഓ ശരി, സൗകര്യമുള്ളപ്പോ വന്നു. ആയിക്കോട്ടെ. ശരി ശരി. എടാ അളിയ, ആ രാജയോഗം നിനക്ക് കിട്ടില്ലടാ. നിനക്കേ പിച്ചയോഗമാ, പിച്ചയോഗം. ജോത്സ്യൻ മുഹൂർത്തം കുറിക്കാത്ത സ്ഥിതിക്ക് ഇനി എന്താ ചെയ്യാ? വേറൊരു ജോത്സ്യനെ കാണാമേ. അല്ലേലും ഇദ്ദേഹത്തിന് കടമ്പെടുത്തം ഇത്തിരി കൂടുതലാണെന്ന് എല്ലാവർക്കും പരാതിയുണ്ട്. പക്ഷേ ഇത്രയും നമുക്ക് വിശ്വസിക്കാവുന്ന മറ്റൊരാളെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് മോളെ. എങ്കിൽ പിന്നെ പറഞ്ഞ വഴിപാടൊക്കെ കഴിപ്പിച്ചിട്ട് ഒന്നുകൂടെ പ്രശ്നം വെച്ച് നോക്കാമേ. എന്താ ബാലൻ ചേട്ടാ ഈ പറയുന്നത്? കുട്ടിമണി ഞാൻ വേളി കഴിക്കുന്നത് ഇഷ്ടമല്ലെന്നോ? കുട്ടിമണി ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല ബാലൻ ചേട്ടാ. പ്ലീസ്, അവൾ എനിക്ക് തരൂ. എന്റെ ഏട്ടനല്ലേ തന്ത്രി. സംസാരിക്കോ. എന്ത്? എന്റെ കയ്യും കാര്യം തല്ലൊടിക്കുന്നു? വേണ്ട ചേട്ടാ, വേണ്ട. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറിക്കോളാം. ഞാൻ കുട്ടിമണിയെ ഒരു ഫ്രണ്ടായിട്ട് കാണുന്നു. ശരി ചേട്ടാ, ഞാനിനി കുട്ടിമണിയെ ഒരു ഫ്രണ്ടായിട്ട് മാത്രം കണ്ടോളാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ. കുട്ടിമണിയുടെ ആംഗ്ലമാര് ഒരു തരത്തിൽ ഈ വേളയ്ക്ക് സമ്മതിക്കുന്നില്ലമ്മേ. നമുക്ക് പിരിയാം കുട്ടിമണി. ഏട്ടന്മാരോട് സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ നിങ്ങൾ തമ്മിൽ പ്രേമിച്ചത്, ആണോ? അല്ല, എന്നാലും എന്റെ കൈയും കാലും ഒക്കെ തല്ലിയൊടിക്കുന്നു പറഞ്ഞാ ഞാൻ പിന്നെ എങ്ങനെ ജീവിക്കും ചേച്ചി? കയ്യും കാലം തല്ലിയൊടിക്കാനെങ്കിൽ വരട്ടെ. ഈ കോളനിയിലെ സകല ബ്രാഹ്മണരെയും സംഘടിപ്പിച്ച് വയലോരോ ഇല്ലത്തെ തന്ത്രികളുടെ ക്രൂരതകളെ വിളിച്ചു പറയും ഞാൻ. പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട മോളെ. നമുക്ക് രണ്ടുപേർക്കും കൂടി വയലോരോ ഇല്ലത്തേക്ക് പോകാം. എന്നിട്ട് അവരോട് സംസാരിക്കാം. എങ്കിലതാ നല്ലത്. കുറച്ച് ബന്ധുക്കളും കൂട്ടി ഒരു കാറിലങ്ങ് പോവാം. എന്നിട്ട് നിങ്ങളുടെ പെണ്ണിനെ ഞങ്ങളുടെ ചെറുക്കന് തരണമെന്ന് പറയും. വേലിയാലോചന ഔദ്യോഗികമായിക്കോട്ടെ. ചേച്ചി അതൊന്നും വേണ്ട, ഭയങ്കര കുഴപ്പമാവും. ഒരു കുഴപ്പമില്ല. വേറൊരു കാര്യം കൂടെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തോന്നാ ചേച്ചി? കുട്ടിമണിയെ നമ്മുടെ കൂടെ കൊണ്ടുപോകും. വേളിക്ക് അവർക്ക് സമ്മതമല്ലെങ്കിൽ ഇവളെ അവിടെ വിട്ടിട്ട് നമ്മൾ തിരിച്ചു പോരും. അയ്യോ, അതൊന്നും പറ്റത്തില്ല. എനിക്ക് രാഹുലിലൂടെ നിന്നാ മതി. നിന്റെ ഏട്ടന്മാരുടെ മുഖത്ത് നോക്കി നീ ഈ കാര്യം പറഞ്ഞാ മതി. അവര് വേളി നടത്തി തരുമോളെ. അങ്ങനെ പോലീസ് പിടിച്ചിട്ടില്ലേ? പോലീസുകാർക്ക് എന്താ ഈ വേളിയിൽ ഇടപെടാൻ അധികാരം? അതൊക്കെ നമ്മുടെ മാത്രം കാര്യങ്ങളല്ലേ. ആണോ രാഹുല? ആണോ? അതെ. എങ്കിൽ പിന്നെ നമുക്ക് കല്യാണം കഴിക്കാം. രാഹുലും പേടിച്ചണ്ട കേട്ടാ. ഓ, അടിപൊളിയുള്ള സൂപ്പർ വേലി അടിച്ചു അല്ലേ രാജേച്ചി? പിന്നെ നമ്മൾ കല്യാണം കഴിച്ചാലേ മറ്റേ കള്ളം പിന്നെ ഭർത്താവാന്നും പറഞ്ഞ് വരത്തില്ലല്ലോ. പിന്നെ അവനും മറ്റേ ആ കറമ്പൻ കള്ളനും കൂടി അമ്മയുടെ അടുത്ത് വന്നിരുന്നു. അമ്മേരെ ആ മറ്റേ വീടില്ലേ അവിടെ താമസിച്ചാണ്. 10,000 രൂപയും കൊണ്ടുവന്നു. ഞാൻ പറ്റത്തില്ലാന്ന് പറഞ്ഞു. അമ്മ അവരെ ഓടിച്ചു വിട്ടു. കുട്ടിമണി, നേരാണോ ഇതൊക്കെ? ഓ അതെന്നെ, സംശയം ഉണ്ടല്ലേ? ആ അമ്മയോട് പോയി ചോദിക്കാം. ആ അലിയനാ അവരെ കൊണ്ടുവന്നത്. ഞാനും വെച്ചിട്ടുണ്ട്, ദുഷ്ടൻ. അതെ, എന്തായാലും അവർക്ക് വീടൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ഇല്ല രാഹുല, കൊടുക്കത്തില്ലാന്ന് അമ്മ പറഞ്ഞു. അതെ, നമുക്ക് നമ്മളെ വേലയെ കുറിച്ച് ആലോചിച്ചാ. ഞാൻ ചെല്ലൊക്കെ പറയുന്നു. വാന്ന് അമ്മേ, അമ്മേ, യാതുമോളെ, മകേഷേട്ടൻ പിന്നെയും വന്നടി. അമ്മേ, കലിയെ ഒഴിപ്പിച്ച് ആ രാജയോഗക്കാരിയെ ഞാൻ കൊണ്ടുപോകും. നോക്കിക്കോ. ഈശ്വരാ, എനിക്ക് ശക്തി തരൂ. എന്താ? അമ്മയില്ലേ രാധു? അമ്മേ. വെറുതെ പിച്ചക്കാരെ വിളിക്കുന്ന പോലെ അമ്മയെ കുമ്മയെന്നൊന്നും വിളിക്കണ്ട. എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. ശരി, നിന്നോട് തന്നെ പറഞ്ഞേക്കാം. ഇത്രയും നാൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ എനിക്കൊരു ജോക്കറുടെ വേഷമായിരുന്നു. ഇനി അത് വേണ്ട. ഇന്നു മുതൽ ഞാൻ വില്ലനാകാൻ തീരുമാനിച്ചിരിക്കുക. കൊടും ക്രൂരനായ വില്ലൻ. എങ്കിൽ ഞാൻ നിങ്ങളുടെ കാലനാവും, നോക്കിക്കോ.
എട്ടുപൊട്ടും തിരിയാത്ത ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ ഈ വീട്ടിൽ വെച്ച് പീഡിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മര്യാദയ്ക്ക് നിഷ്കളങ്ക ഇറക്കിവിട്. ഓഹോ, ഇന്നലെ വരെ കാപട്യക്കാരിയും മാംസാഹാരിയുമായിരുന്ന കുട്ടിമണി ഇന്ന് നിങ്ങൾക്ക് നിഷ്കളങ്കയായോ? എന്താ അതിന് കാരണം? ഞാനേ എന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞു. അവളൊരു രാജകുമാരിയാ, നാളെ കോടീശ്വരി ആവേണ്ടവൾ. അവളെ രാഹുൽ എന്ന കലി ബാധിച്ചിരിക്കും ഇപ്പോ. ദേ, എന്റെ അനിയനെ പറ്റി അനാവശ്യം പറഞ്ഞോണ്ടല്ലോ, കൊല്ലി ഞാൻ നിങ്ങളെ. അവളെ വേളി കഴിക്കാൻ പോവാ. ആഹാ, സമ്മതിക്കില്ലടി ഞാൻ. ആ വേളി നടക്കില്ല, ഞാനത് മുടക്കും. ഒരു പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് വന്ന് അവളുടെ വീട്ടുകാരെ അറിയിക്കാതെ വേളി നടത്തിയാണെന്ന് ഞാൻ എല്ലാവരോടും പറയും. അവരുടെ വീട്ടുകാരെ അറിയിക്കാൻ തന്നെ ഞങ്ങളുടെ ഭാവം. അന്തസ്സായിട്ട് പെണ്ണ് ചോദിച്ച് ഞങ്ങൾ വയലോരം ഇല്ലത്തേക്ക് പോവാ. വയലോരം ഇല്ലോ? അങ്ങനെ ഒരു ഇല്ലം ഈ ഭൂമി മലയാളത്തിലില്ല. ഉണ്ടോ ഇല്ലയോ ഞങ്ങൾ തീരുമാനിച്ചോളാം. നിങ്ങൾ സ്ഥലം വിട്ടെ. എങ്കിൽ എന്റെ അളിയനെ പെണ്ണി ചോദിക്കാൻ ഞാനും വരും. ഞങ്ങളുടെ കൂട്ടത്തിലെങ്ങനെ വന്നാ നിങ്ങളുടെ മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. കുറെ നാളായി ഞാൻ നിങ്ങളോട് പറയുന്നു, അത് ചെയ്യൂ ഇത് ചെയ്യൂന്നൊക്കെ. നിങ്ങൾക്കൊരു വിചാരം ഞാൻ പറയുള്ളൂ, പ്രവർത്തിക്കില്ലാന്ന്. ഇന്നത് മാറ്റിട്ട് തന്നെ ബാക്കി കാര്യം. ഞാൻ പോയി എന്തെങ്കിലും ആയുധം എടുത്തോണ്ട് വരാം. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ എടുത്തോണ്ട് വാടി. ഞാൻ മഹേഷ് എന്ന ഈ വില്ലൻ വെല്ലുവിളിക്കാ നിന്നെ. പിന്നെ വരട്ടല്, അതും എന്നെ. എടി, നിന്നെ വിറ്റ കാശുണ്ട് എന്റെ കയ്യില്. കുട്ടിമണി എവിടുന്ന് കടത്തുമെന്ന് ഞാൻ തീരുമാനിച്ചാൽ കടത്തിയിരിക്കും. ശക്തരായ പാർട്ട്ണർമാരുണ്ട് എനിക്ക്. അയ്യോ, ആയുധം! എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നെ നിങ്ങൾ വെല്ലുവിളിക്കല്ലേ? വാ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. രാധു, വേണ്ട, ആയുധം വെച്ച് കളിക്കണ്ട. ഇങ്ങോട്ട് വരുന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുവേ. അയ്യോ, നാത്തൂനെ, 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 ഇത് എവിടെയാ? നാത്തൂനെ, നാത്തൂനെ, എത്ര നേരമായി വിളിക്കുന്നുണ്ട്. നാത്തൂനെ, നാത്തൂനെ, ഒരു വിവരം അറിഞ്ഞോ? എന്ത് വിവരമായാലും എന്റെ കൊച്ചിന് മനസ്സമാധാനം ഉണ്ടാവുന്ന ഒരു കാര്യമായിരിക്കില്ലല്ലോ. എന്റെ പൊന്നു നാത്തൂനെ, നിങ്ങൾ എപ്പോഴും സീതയുടെ മനസ്സമാധാനം ആഗ്രഹിച്ചോണ്ടിരുന്നു. അവക്കൊരിക്കലും അത് ഉണ്ടാകാൻ പോകുന്നില്ല. അറിഞ്ഞ കാര്യം എന്താന്ന് വെച്ചാ പറ നാത്തൂനെ. വയലോരം വീട്ടിലെ ഒരു കുഞ്ഞുകൂടി പിറക്കാൻ പോകുന്നു. തെളിച്ചു പറ നാത്തൂനെ. മതികല ഗർഭിണിയാണെന്ന്. ശരിയാണോ നാത്തൂനെ? ഡോക്ടർ വന്ന് പരിശോധിച്ചു എന്നാ കേട്ടത്. എങ്കിൽ ശരിയായിരിക്കും. അവൾ എന്ത് കാണിച്ചാലും അവർക്കൊരു കുഴപ്പമില്ല. എന്റെ കൊച്ചു ആ വീട്ടില് ഒരാഗ്രഹവും ഇല്ലാതെയാ ജീവിക്കുന്നത്. സ്വന്തം കുഞ്ഞിനെ എവിടെയോ ഉപേക്ഷിച്ചിട്ട് ഭർത്താവിന്റെ സഹോദരിയുടെ കുഞ്ഞിനെയും കെട്ടിപ്പിടിച്ച് സകല ജോലിയും ചെയ്ത് കഴിയാനാ അവളുടെ യോഗം. കുറെ എണ്ണം ഉണ്ടല്ലോ അവിടെ അഭയാർത്ഥികളായിട്ട്. ഒരു കിളവനും കിളവിയും എല്ലാത്തിനും വെച്ചു വിളമ്പാനായിട്ട് ഇനി അവളെ കാണും. ശരിയാ. ഇനിയിപ്പോ ഗർഭിണിയാണെന്നും പറഞ്ഞ് മതികല ഒരു ജോലിയും ചെയ്യത്തില്ല. എല്ലാം സീത തന്നെ ചെയ്യേണ്ടി വരും. ബുദ്ധിയുള്ള തന്തേം തള്ള ഉണ്ടെങ്കിലേ അങ്ങനെയാ നാത്തൂനെ. മകൾക്ക് സുഖമായി കഴിയാൻ വേണ്ടിയല്ലേ ആ തമ്പി സ്വത്തിന്റെ ഭാഗം എഴുതി വെച്ചത്. അവൾ എന്തു പാതകം ചെയ്താലും വിൽപ്പത്ര അവളെ സംരക്ഷിച്ചു നിർത്തിക്കൊള്ളു. ഇപ്പോഴേ തഞ്ചത്തിൽ ആ വീട്ടിൽ കയറി ഒരു കൊച്ചിനെയും ഒപ്പിച്ചു. ഇനിയിപ്പോ അവകാശവും സ്ഥാപിച്ചു കിട്ടും. സത്യസന്ധയും സർവപരിത്യാഗവുമായ സീത ഇനി വീണ്ടും മൂഷിക സ്ത്രീ. ആശയറ്റവർക്ക് എന്ത് അവകാശം? നല്ല കർമ്മങ്ങളുടെ ഫലമായിട്ടുണ്ടാകുന്ന സുഖവും ദുഷ്കർമ്മങ്ങളുടെ ഫലമായിട്ടുള്ള സുഖവും രണ്ടും രണ്ടാ. ഞാനെന്ന് അവിടം വരെ പോയാലോ? യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാലോ. വേണ്ട, ആ കിളവി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. അത് കേട്ട് ബാലനും അവരുടെ താളത്തിനൊത്തു തുള്ളും. എന്റെ കൊച്ചിന് അതിന്റെ കേട് അല്ല. എന്തായാലും അവളിപ്പോ അവളുടെ വിശ്വാസങ്ങളിൽ സന്തോഷവതിയായിരിക്കും. അതല്ലേ പെറ്റ തള്ളയെപ്പോലും വേണ്ടെന്ന് വെച്ച് അവിടെ നിൽക്കുന്നത്. എന്തായാലും ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ സഹിച്ചില്ലേ? ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് പോയി നോക്കാം. വേണ്ട, അവിടെ പോയിട്ട് എന്ത് കാണാനാ? വീണ്ടും എനിക്ക് മനസ്സമാധാനക്കേടുണ്ടാക്കാൻ. അവള് ഗർഭിണിയാവുകയോ പ്രസവിക്കുകയോ ചെയ്യട്ടെ, നമുക്കെന്താ? എന്നാലും നമ്മൾ അറിഞ്ഞിട്ട് പോകാതിരുന്ന സീത എന്ത് വിചാരിക്കും? എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഇടപെടണ്ട. സീതയ്ക്ക് നമ്മളെ വേണ്ടെങ്കിൽ നമുക്കും വേണ്ട. ആവശ്യമുള്ളപ്പോ അവള് വിളിക്കട്ടെ.
ആ ഞാൻ സ്റ്റോപ്പിൽ തന്നെ ഉണ്ട് കാർത്തിക പെങ്ങളെ. ധൈര്യമായിട്ട് പോര്. ചിത്രശാല കടവ് കഴിഞ്ഞോ? എങ്കിൽ അടുത്ത സ്റ്റോപ്പ് തന്നെ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്ത് സ്റ്റോപ്പ് എത്തും. ഫോൺ വെച്ചോ. എന്താണ് പിച്ചള ഭായി, ഒരാവശ്യം വന്നപ്പോഴാണോ ഈ പാവം കാർത്തിയപ്പെങ്ങളെ ഓർമ്മ വന്നത്? സാധാരണ മനുഷ്യരെല്ലാം അങ്ങനെ പെങ്ങളെ. ആവശ്യം വരുമ്പോഴേ വിളിക്കൂ. വിളിയില്ലെങ്കിലും ഓർമ്മയൊക്കെ എന്നുണ്ട്. അല്ല, പെങ്ങൾ ഇതുവരെ എന്നെ മനസ്സ് ജമ്പായി ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ. ഓർമ്മയില്ലേട്ടാണോ വിളിക്കാത്തത്? ഞാൻ ദേ നമിച്ചു. സമസ്ത അപരാധം പുറത്തേക്കണേ. ആ മനസ്സിജം ഭായി ഇവിടെ. ദാസനും വിജയനും തമ്മിൽ പിരിഞ്ഞു കാണാറില്ലല്ലോ. ദാസനും വിജയനോ? അതാരാ? ഓ, ഈ ഭായിയുടെ ഒരു കാര്യം. ദാസനും വിജയനെ അറിയത്തില്ലേ? നാടോടിക്കാറ്റിയ സിനിമ കണ്ടിട്ടില്ല? ഓ, എന്ന് ദാസനും വിജയനും മനസ്സിലായി. താരതമ്യം ചെയ്തത് വലിയ വലിയ ആൾക്കാരായിട്ടാണല്ലോ. താങ്ക്സ് പെങ്ങളെ. അല്ല, ദാസൻ എവിടെ വിജയ? ബായ് വരും പെങ്ങളെ. ഞാൻ ബായെ വിളിക്കാം. അതിനു മുമ്പ് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയതാ. പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. നമുക്ക് ആഹാരം വല്ലതും കഴിച്ചോണ്ട് സംസാരിച്ചാ പോരെ? ആ, അങ്ങനെ ആവട്ടെ. എങ്കിൽ പിന്നെ ഞാൻ മനസ്സുജം ബായിനൊന്ന് വിളിക്കാം. ബായോട് ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വരാൻ പറയാം. ആ ശരി, വിളിക്കേ. ആ പിച്ചളെ, കാർത്തി വന്നോ? വന്നു. ആദ്യം ബായ് പോയ കാര്യം എന്തായെന്ന് പറ. ആ, മതികലയുടെ ഫോണിന്റെ ലോക്ക് അഴിച്ചു. പക്ഷേ മെമ്മറി കാർഡിന്റെ ലോക്ക് അഴിക്കാൻ പറ്റില്ലെന്നാ കടക്കാരൻ പറയുന്നേ. അതവർ ഊരിയെടുത്തു. ശരിയാക്കാൻ കുറെ സമയമെടുക്കുന്നാ പറയുന്നേ. ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളതിനെ കൊണ്ടാവും കടുങ്കെട്ടിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നു. മെമ്മറി കാർഡ് കൊടുത്തിട്ട് ഫോൺ വാങ്ങിയില്ലേ? ആ വാങ്ങി, എന്റെ കയ്യിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇതിലങ്ങനെ കൂടുതൽ വിവരങ്ങളൊന്നുമില്ല. വയലോരം വീട്ടിലേക്ക് തിരിച്ചു വന്ന കാലത്ത് അവൾ വിളിച്ച കുറെ ഫോൺ നമ്പറുകൾ മാത്രം. കൂടുതൽ കോളും അവൾ അമ്മയ്ക്കാ ചെയ്തിരിക്കുന്നത്. പിന്നെ സഞ്ജുവിനും വീരമണി വക്കീലിനും. ആ, പിന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പച്ചി അമ്മ എടുത്ത കോള് വിളിച്ചത് CI ബാസ്റ്റിൻ തന്നെയാണ്. സംശയല്ലേ ബായ്? CI ബാസ്റ്റിനുമായി ചേർന്ന് അവള് DNA ടെസ്റ്റിൽ എന്തോ തിരിമറി നടത്തിയിട്ടുണ്ട്. ആ, അതവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോ എവിടെയാ? ഞാനും കാർത്തിക പെങ്ങളും കോഫി ഹൗസിലുണ്ടാവും. ബായ് അങ്ങോട്ട് വാ. വിശദമായി സംസാരിച്ചിട്ട് നമുക്ക് അഗ്രഹാരത്തിലേക്ക് പോവാം. ആ ശരി പിച്ചളെ, ഞാൻ എത്തിക്കോളാം. ആ ശരി. ഹലോ പിച്ചളയാങ്ങളെ. എന്താ പെങ്ങളെ? അഗ്രഹാരത്തിലൊക്കെ നമുക്കെന്താ പരിപാടി? ഒക്കെ പറയാം. ആദ്യം പെങ്ങളുടെ വിശപ്പ് മാറട്ടെ. ഈ സസ്പെൻസ് കണ്ടപ്പോഴേ എന്റെ വിശപ്പൊക്കെ മാറിയാങ്ങളെ. എന്നാലും അത് പോരാ. പെങ്ങക്കിന്ന് ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശ വാങ്ങിച്ചു. ശരി ശരി, വരൂ. ആ വാ. നടന്നേ. അങ്ങനെ പതുക്കെ. മതി കുട്ടുമണി. അയ്യോ അയ്യോ അയ്യോ, ഞാൻ വീഴും മോളെ. ഇരുത്തില്ല. അങ്ങോട്ട് നടന്നേ. പറ്റില്ല, എനിക്ക് ഇരിക്കണം. എന്നാ ശരി, കുറച്ചേരം ഇരുന്നോ. എന്നിട്ട് പിന്നെ എന്നിട്ട് നടന്നോണം കേട്ടോ. ശരി. ഇരിക്ക. പറ്റേ. എന്തൊരാശ്വാസം, സമാധാനമായി. അയ്യടാ, ഞാനങ്ങനെ സമാധാനം ഒന്നും തരത്തില്ല. ഇനി നടത്തും. ശരി, ഞാൻ നടന്നോളാം മോളെ. അല്ല, നമ്മൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അപ്പഴത്തെ വീട്ടിന് എന്നാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല കുട്ടുമണി. ആ മഹേഷ് വാടകയ്ക്ക് പുതിയ ഒരാളിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. നീ വന്നതുകൊണ്ട് ഞാൻ നിന്റെ കൂടെ ഇങ്ങോട്ട് പോന്നു. ആ, പുതിയ ആള് വരട്ടെ. കള്ളന്മാരാണോന്ന് നോക്കിയിട്ട് വിടുവെടുത്താൽ മതി കേട്ടോ. അത്രേ ഉള്ളൂ കുട്ടുമണി. ചിലപ്പോ എനിക്ക് തോന്നും താമസം ഇങ്ങോട്ട് മാറ്റാലെന്തെന്ന്. ബ്രഹ്മശ്രീ മംഗലത്ത് ആകെപ്പാടെ ഒരു ശ്വാസമുട്ടല. ശ്വാസമുട്ടലുണ്ടല്ലേ? വിസിട്ട് ആവി പിടിച്ചണം. വിസോ? ആ വിസ്. ഈ തലവേന വരുമ്പോ നെറ്റി പൊറ്റുന്ന സാധനമില്ലേ, വിസ്. ഓ വിക്സ്. ഓ മനസ്സിലായി. ആവി പിടിച്ചാൽ പോകുന്ന ശ്വാസം മുട്ടലല്ല കുട്ടുമണി, മനസ്സിന്റെ ആദി കൊണ്ടുണ്ടാവുന്നതാ. ഓ, അതാണെങ്കിലേ മരുന്ന് വെച്ചാലേ മാറും. അല്ലെ പിന്നെ കുത്തി വെക്കണം. കുത്തി വെച്ചാലേ ഭയങ്കര വേദനയാ. ഓ, എന്നെ എന്തോരം കുത്തിയിട്ടുണ്ടെന്ന് അറിയാവോ? കുട്ടിമണി കുരിശായല്ലോ. മാട നല്ല പണിയാ കാണിച്ചത്. ഞാൻ ബ്രഹ്മശ്രീ മംഗലത്ത് നിന്ന് കുറേ നേരം കാത്തു നിന്നു. പിന്നെയാ മനസ്സിലായത് അവിടെ ആളില്ലെന്ന്. ഞാൻ ഇങ്ങോട്ട് പോന്നു. അല്ല, എവിടെ നീ പറഞ്ഞ വാടകക്കാര്? അവര് വരും.
പുറപ്പെട്ടിട്ടുണ്ട്. ആ കുട്ടിമണി, ആ? നീ വീട്ടിലോട്ടിയല്ലേ? ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ജോലിയുണ്ട്. അങ്ങനെ ഇപ്പൊ ഞാൻ പോകുന്നില്ല. അളിയൻ കൊണ്ടുവരുന്നതേ കള്ളന്മാരാണോന്ന് എനിക്ക് അറിയണം. വരുന്ന ആൾക്കാരെ ഞാനും കുട്ടുമണിയും കൂടെ ഇന്റർവ്യൂ ചെയ്യും, എന്നിട്ട് വീട് കൊടുക്കും. ഞാനേ ഒന്ന് നോക്കിയിട്ട് വരാം. ഇനി ഒരു വഴിയറിയാതെ അവിടെ കാണാൻ നിൽക്കുവാണെന്ന് അറിയില്ലല്ലോ. ശരി, ചെല്ല്. ഓ, കുട്ടിമണി എവിടുന്ന് മാറ്റിയാലേ എന്തെങ്കിലും നടക്കും. മഹേഷ് ഭായ് ആ സ്ത്രീയെ വാടക വീട്ടിലെത്തിച്ചിട്ട് എനിക്കൊരു മിസ് കോൾ ഇടും. ആ സമയത്ത് കാർത്തിക പെങ്ങളെ അവിടേക്ക് ചെല്ലണം, എന്നിട്ട് സംസാരിക്കണം. കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കിയിട്ട് മനസ്സുജമായിനെ വിളിച്ചാൽ മതി. ദാസനെ മാത്രം വിളിച്ചാ പോരല്ലോ, വിജയനും കൂടെ വേണ്ടേ? ഞാനില്ല പെങ്ങളെ, ഞാനൊരു കള്ളനല്ലേ. ഒരിക്കലാ പേര് വീണ ജീവിതകാലം മുഴുവൻ കിടക്കും. ആ പേര് മാറ്റാൻ പറ്റുമോന്നേ ഞാനൊന്ന് നോക്കാൻ ഭായി. പറ്റും. ദൈവം കാർത്തികയ്ക്ക് ഒരു കഴിവ് തന്നിട്ടുണ്ട്, ആരെയും സാന്ത്വനിപ്പിക്കാനും സമാധാനിപ്പിക്കാനുള്ള സിദ്ധി. ആ സിദ്ധിയെ വിശ്വസിച്ച ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത്. എന്റെ കുട്ടു അമ്മ എന്ന് വിളിക്കുന്ന ആ സ്ത്രീയോട് എല്ലാം വിശ്വസനീയമായ രീതി പറയാൻ ഈ ലോകത്ത് മറ്റൊരാളില്ല. അതെ, എന്നെ കൂടുതൽ അങ്ങ് പൊക്കണ്ട. ഒരു പാവം കാർത്തിക ഞാൻ, കപാലിയൊന്നുമല്ല. നമ്മുടെ പദ്ധതി ഒക്കെ പൊളിഞ്ഞു. ഇനി നമ്മുടെ ആ തള്ളയുടെ വീട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ല. എന്തു പറ്റി? ഞാൻ ചെല്ലുന്നതിന് മുമ്പേ കുട്ടിമണി അവരെ അടിച്ചെടുത്തോണ്ട് പോയി. അവര് രണ്ടുപേരുടെ അവിടെ നിപ്പുണ്ട്. എവിടെ? നിങ്ങൾ വാടകയ്ക്ക് എടുക്കാൻ വന്ന വീടില്ലേ, അവിടെ തന്നെ. അപ്പൊ പിന്നെ കുട്ടിമണി പെങ്ങള് പോവാതെ നമ്മുടെ പ്ലാൻ ഒന്നും നടക്കില്ല. എന്റെ പൊന്നാങ്ങളെ, ഒന്ന് വെറുതെ ഇരിക്കേ. കുട്ടിമണി ആ സ്ത്രീ ഒരുമിച്ചുണ്ടെങ്കിൽ അതിനർത്ഥം ദൈവം നമ്മുടെ കൂടെയാണെന്നാ. അതെങ്ങനെ? നിങ്ങൾ എന്നോട് പറഞ്ഞ പ്ലാൻ നടക്കില്ലായിരിക്കും, പക്ഷേ ആ അമ്മയ്ക്ക് എന്നെ വിശ്വാസം വരാൻ ഏറ്റവും നല്ല മാർഗം കുട്ടിമണി തന്നെയാണ്. എന്നാലും ബിലീവ് മീ, നിങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോ മുതൽ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു, എങ്ങനെ ഇത് വർക്കൗട്ടാക്കി എടുക്കുമെന്ന്. ഇനി പ്രശ്നമില്ല, എന്റെ വഴി കുട്ടിമണി തന്നെ തെളിച്ചു തരും. എനിക്ക് ആ വീടൊന്ന് കാണിച്ചു തന്നാ മതി. വരിക. കാർത്തിക പെങ്ങളത് എന്ത് ഭാവിച്ച? എനിക്ക് മനസ്സിലായി പിച്ചളെ, കാർത്തിക പറഞ്ഞതുപോലെ ദൈവം നമ്മുടെ ഭാഗത്ത് തന്നെ. വഴി തെറ്റിയവരെ അന്വേഷിച്ചു പോയവനെയും കാണാനില്ല. ഇനി അവനും വഴി തെറ്റിയോ? രാജി ചേച്ചി പറയുന്നതേ അളിയനിപ്പാണ്ടേ വഴി തെറ്റിയതാണെന്ന. ആ കാണുന്നതാ വീട്. ഞാൻ കൂടെ വരണ്ടാന്നല്ലേ പറഞ്ഞത്? അതെ, നമ്മുടെ ആദ്യത്തെ പ്ലാൻ പോലെ വാടകക്കാരിയായിട്ടല്ല ഞാൻ പോകുന്നത്. പിന്നെ അതൊക്കെ ഉണ്ട്, കണ്ടോ? എങ്കിൽ ചെല്ലേ. അളിയൻ വരട്ടെ, അതുവരെ നമുക്ക് നടക്കാം. എനിക്ക് എണീറ്റ് മോളെ വേണ്ട. കുട്ടിമണി, നിനക്കെന്നെ മനസ്സിലായില്ലേ കുട്ടിമണി? അയ്യോ കാത്തിയ ചേച്ചി. ഓ, വെള്ളുടുപ്പില്ലാത്തോണ്ട് എനിക്കാദ്യം മനസ്സിലായില്ല. അമ്മേ, ഞാൻ പറഞ്ഞിട്ടില്ലേ ആശുപത്രിയിൽ ഒരു കാത്തിയ ചേച്ചിയെ പറ്റി? ആ ചേച്ചിയാണ് ഈ ചേച്ചി. അവസാനം കുട്ടിമണി അമ്മയുടെ അടുത്ത് എത്തിയല്ലേ, ചേച്ചിക്ക് സന്തോഷായി. അയ്യോ, ഇതേ എന്റെ അമ്മയല്ല, വേറെ അമ്മയാ. ഓ, എന്റെ അമ്മ അങ്ങനെ മരിച്ചുപോയി. എന്ന് ആര് പറഞ്ഞു? രാഹുലൻ. ഞാനേ വെറും കുറ്റിമണിയല്ല, കുറ്റിമണി അന്തജനം. എനിക്ക് രണ്ടേറ്റന്മാരുണ്ട്, അവര് തന്ത്രികളാ. ഒക്കെ രാഹുലൻ പറഞ്ഞതാ. രാഹുലിന് ആളും എടുക്കനാണല്ലോ. അല്ല, അയാൾ എവിടെ? നമുക്കേ രാഹുലിന്റെ വീട്ടിലേക്ക് പോവാം. വാ 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 വാ. ചേച്ചി ഇത്തിരി തിരക്കില്ല മോളെ. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു സർവേക്ക് പറഞ്ഞു വിട്ടതാ എന്നെ. ഒക്കെ തീർത്ത് രാത്രിക്ക് മുമ്പ് തന്നെ വീട്ടിലെത്തണം. അപ്പൊ രാഹുലിനെ കാണണ്ടേ? വേണം. മോളൊരു കാര്യം ചെയ്യും, രാഹുലിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ശരി ശരി ശരി, ഇപ്പൊ വരാവേ. അമ്മ, ഞാൻ രാഹുലിനെ വെച്ചിട്ട് വരാവേ. ഇപ്പൊ വരാം. ഓഹോ, കണ്ണ ഒന്ന് ഇരിക്കാൻ പോലും ഇവിടെ സൗകര്യമില്ല. വാടകയ്ക്ക് കൊടുക്കാൻ ഇട്ടിരിക്കുന്ന വീടാ. അതൊന്നും സാരമില്ല. കുട്ടിമണി വരുന്നതിന് മുമ്പ് എനിക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ മോളെ? തുടക്കം മുതൽ പറയാൻ പോയ വലിയ കഥയാ. മുഴുവൻ പറയാൻ സമയം കിട്ടില്ല. ഒന്ന് ചുരുക്കി പറയാം. ഓർമ്മ നഷ്ടപ്പെട്ട അവസ്ഥയിൽ രാഹുലിനാ കുട്ടിമണി ആശുപത്രി കൊണ്ടുവന്നത്. അവിടെ അവളെ തിരിച്ചറിഞ്ഞ് ഒരുപാട് ബന്ധുക്കൾ വന്നു. പക്ഷേ കുട്ടിമണി ആരെ ഐഡന്റിഫൈ ചെയ്യാത്തോണ്ട് ഞങ്ങൾ കൂട്ടത്തിൽ വിട്ടില്ല. കുട്ടിമണിയെ നോർമലാക്കാൻ വേണ്ടി ഞാനാ അവളും രാഹുലനും തമ്മിലുള്ള അടുപ്പത്തെ പ്രോത്സാഹിപ്പിച്ചത്. അവര് നല്ല സുഹൃത്തുക്കളായി മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാ കുട്ടിമണിയുടെ ഭർത്താവിന്റെ ചില ശത്രുക്കള്. ഭർത്താവോ? അവള് വിവാഹിതയാണോ? അതെ, അവക്കൊരു കുഞ്ഞുണ്ട്. മനസ്സുജനെന്നാ ഭർത്താവിന്റെ പേര്. അമ്മ കണ്ടിട്ടുണ്ട് അയാളെ. ഇവിടെ വാടകയ്ക്ക് വീടെടുക്കാൻ വന്നത് അയാളാ.
സ്വന്തം ഭർത്താവിനെയും കുഞ്ഞിനെയും തിരിച്ചറിയാത്ത കുട്ടിമണിയുടെ മുന്നിൽ നിന്ന് ആ മനുഷ്യൻ നെഞ്ചു പൊട്ടിക്കരയുന്നത് പലവട്ടം കണ്ടിട്ടുണ്ട് ഞാൻ. അയാളെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഞാനിവിടെ വന്നത്. കുട്ടുമണിക്ക് ഭർത്താവും കുഞ്ഞും ഉണ്ടെന്നുള്ള വിവരം മറച്ചുവെച്ച രാഹുലൻ അവളെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാ അവളെ പറ്റിയുള്ള എന്റെ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി തരാത്തത്. അതെ, അയാൾക്കിപ്പോ കുട്ടിമണിയോട് പ്രേമോ. എങ്ങനെയും കുട്ടിമണിയെ സ്വന്തമാക്കാനാവും അയാളുടെ ഉദ്ദേശം. നികൃഷ്ടൻ, എനിക്ക് ജീവനുണ്ടെങ്കിൽ അവന്റെ മോഹം നടക്കില്ല. കുട്ടിമണി ഇപ്പൊ തിരിച്ചു വരും. രാഹുലിനുണ്ടാവും കൂടെ. അമ്മ അവരുടെ മുന്നിൽ ഒന്നും അറിഞ്ഞ ഭാവം കാണിക്കണ്ട. ഇല്ല. എന്നിട്ട് ഞാൻ യാത്ര പറഞ്ഞിറങ്ങും. എന്തെങ്കിലും കള്ളം പറഞ്ഞ് അമ്മ അവരെ ഒഴിവാക്കണം. ഞാൻ മനസ്സിജനെയും കൂട്ടി വരാം. അയാളുടെ സങ്കടങ്ങൾ ആ നാവിയും തന്നെ അമ്മ കേൾക്കണം. അതോടെ എല്ലാ തെറ്റിദ്ധാരണയും മാറും. അമ്മ സഹായിക്കണം പ്ലീസ്. ശരി മോളെ. ഒരു രാഹുലൻ എവിടെ പോയി കിടക്കുന്നു? അവള് വരുന്നു. എവിടെ പോയി കിടക്കുന്നു? ഒരു സമയത്ത് വീട്ടിൽ കാണത്തില്ല. അതെ, രാഹുലൻ വീട്ടിലേ ഇല്ല. എങ്ങാണ്ട് കറങ്ങാൻ പോയേക്കാ ശാനം. ശരി, എങ്കിൽ കുട്ടിമണി ഒരു കാര്യം ചെയ്യും. എന്നെ കണ്ട കാര്യം രാഹുലിനോട് പറയണ്ട. ഒരു ദിവസം നേരെ നിങ്ങളുടെ വീട്ടിൽ വന്ന് രാഹുലിനെ ഞെട്ടിക്കാം. എന്തു പറയുന്നു? ഒരു സപ്ലൻസ് അല്ലേ? അതെ, ഒരു ചെറിയ സസ്പെൻസ്. ഇത്തിരി വലുതാകാനും സാധ്യതയുണ്ട്. എന്നാ ഞാൻ ഇറങ്ങുക. എന്നെ കാണാൻ കുട്ടിമണി. വരട്ടെ അമ്മേ. അതെ, നല്ല ചേച്ചി അമ്മേ. എന്നെ എന്തെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? അതെ, നല്ല കുട്ടിയാ. പോയിട്ട് കുറെ നേരം ആയല്ലോ. ഇനി കുട്ടിമണി ആ കുട്ടിയെ പിടിച്ച് വിഴുങ്ങി കാണുക എന്തോ. കാർത്തിക പെങ്ങളെ അങ്ങനെ ആർക്കും വിഴുങ്ങാൻ പറ്റില്ല മഹേഷ് ഭായ്. പോയ കാര്യം സാധിച്ചിട്ട് ആ കുട്ടി തിരിച്ചു വരൂ. ആ, ദേ വരുന്നുണ്ട്. എന്തായി? സംഗതി സക്സസ്. നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നേരിട്ടൊരു കൂടിക്കാഴ്ച കൂടി. അതോടെ വീടിന്റെ താക്കോല് കിട്ടും. ഞാൻ പറഞ്ഞില്ലേ, കാര്യം നടത്തിയിട്ടേ കാർത്തിക പെങ്ങൾ തിരിച്ചു വരുള്ളൂ. പക്ഷേ കുട്ടിമണി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അവള് പോയാലേ നിങ്ങൾക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെടാൻ പറ്റൂ. അതെ, നമുക്ക് ചിക്കൻ സെന്ററിൽ പോയി വല്ലതും കഴിച്ചിട്ട് വന്നാലോ? അപ്പോഴേക്കും കുട്ടിമണി പോകും. തൽക്കാലം വേറെ എങ്ങും പോകണ്ട. എനിക്ക് തിരിച്ച് വീട്ടിൽ പോകാനുള്ളതാ. എന്തെങ്കിലും നുണ പറഞ്ഞ് കുട്ടിമണി ഒഴിവാക്കാന്ന് ആ അമ്മ പറഞ്ഞിട്ടുണ്ട്. അവള് പോയാലുടനെ നമുക്ക് പ്രത്യക്ഷപ്പെടാം. എങ്കിൽ പിന്നെ മഹേഷ് ഒരു കാര്യം ചെയ്യും. ആ വീടിന്റെ പരിസരത്ത് പോയി നിൽക്കും. കുട്ടു പോയാലുടനെ ഞങ്ങളെ വിളിച്ചറിയിച്ചാൽ മതി കേട്ടോ. ഞാൻ പോവാം. എന്നാലും വല്ലതും കഴിച്ചിട്ട് പോയാൽ പോലെ. എന്റെ മഹേഷ് ഭായ്, ഒന്ന് ചെല്ല്. ഇതൊന്ന് കഴിഞ്ഞിട്ട് ബാക്കി എന്താ വേണ്ടെന്ന് വെച്ചാ വാങ്ങിച്ചു തരാം. ഓ ശരി. ഈ നട്ടപ്ര വെയിലത്ത് ഒന്നും ഇരിക്കാൻ കൂടി സമ്മതിക്കില്ല എന്ന് വെച്ചാ എന്താ ചെയ്യുക? സംഗതി നടന്നു കഴിഞ്ഞേ നമുക്ക് AC റൂമില്ലെന്ന് ചിക്കൻ കടിച്ചു വലിക്കാന്നേ. അതെ, ആ പ്രതീക്ഷ ഞാൻ പോവാം. ശരി. നമ്പൂരിക്ക് ചിക്കനിലാരോ കൂടോത്രം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആഹാരത്തിനോട് ഇത്ര ആർത്തി. അതിന്റെ പിന്നിലെ ഒരു സൈക്കോളജി ഉണ്ട് ഭായ്. ചെറുപ്പം മുതൽ നോൺ വെജിറ്റേറിയൻ കഴിക്കാതെയാ ഈ ബ്രാഹ്മിൻസ് വളരുന്നത്. ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അത് കഴിച്ച് ഇഷ്ടപ്പെട്ടു പോയാ അതിനോടുള്ള താല്പര്യം കൂടും. ചെറുപ്പം മുതൽ നഷ്ടപ്പെട്ടു പോയ മാംസാഹാരം മാക്സിമം തട്ടാനാവും പിന്നെ ശ്രമം. എന്തു പറഞ്ഞാലും കാർത്തിക പെങ്ങൾ അതിന്റെ പിന്നിൽ ഒരു സൈക്കോളജി കണ്ടുപിടിക്കും. അവളെ ആരും വിളിക്കുന്നുണ്ട് പിച്ചളെ. ആ കോള് വിട്ടുകളയരുത് ഭായ്. ആരാ വിളിക്കണെന്ന് സൂത്രത്തിൽ അറിയണം. കാർത്തിക, ഒരു സഹായം കൂടി ചെയ്യണം. ഈ കോൾ അറ്റൻഡ് ചെയ്തൊന്ന് സംസാരിക്കണം. എന്നിട്ട് സ്പീക്കർ ഫോണിലിടണം. അയ്യോ, ഞാനോ? പ്ലീസ്, ഞാനെല്ലാം പറഞ്ഞിട്ടില്ലേ. കുട്ടുവിനെ തട്ടിക്കൊണ്ടുപോയ മതികലയുടെ ഫോണായത്. വിളിക്കുന്നത് ആരാണെന്നൊന്ന് അറിഞ്ഞാൽ മാത്രം മതി. പ്ലീസ് സ്പീക്കർ ഫോണിലിടണം. ഹലോ മാഡം, ശിവയാണ്. ഇതാണ് എന്റെ പുതിയ നമ്പർ. മാഡത്തെ ഞാൻ പല പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പോഴൊക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ശരി, ഞാൻ കുറച്ച് ദിവസത്തിനകം എത്തും. അപ്പൊ വിളിക്കാം. നമുക്കൊന്ന് കാണേണ്ട കാര്യമുണ്ട്. അയ്യോ, എന്തിനാ കട്ട് ചെയ്തത്? എന്നാ വരുന്നേന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നു. നിങ്ങൾ എന്നെക്കുറിച്ച് എന്താ വിചാരിച്ചേ? നിങ്ങളുടെ താളത്തിനൊത്തു തുള്ളുന്ന ഒരു പാവയാണെന്നോ? നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് വിശ്വാസം കൊണ്ട് ഒരു നല്ല കാര്യത്തിന് സഹായിക്കാൻ വന്നതാ ഞാൻ. അല്ലാതെ മറ്റാരുടെങ്കിലും ഫോൺ ചോർത്തുന്നതും രഹസ്യം കണ്ടുപിടിക്കുന്നതും എന്റെ ജോലിയല്ല. ക്ഷമിക്കണം, അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ വിളിച്ച ആളാണ് ശിവ. ഒരു പിടികിട്ടാ പുള്ളിയാ. മതികലയുടെ അടുത്ത ആളാ. കുട്ടിമണിയുടെ അമ്മയെ കൊന്നതുപോലും അവനാ. ഒരുപാട് രഹസ്യങ്ങളിലേക്കുള്ള താക്കോല ഈ ഫോണും ഇതിലെ മെമ്മറി കാർഡും.
ഫോണിന്റെ ലോക്ക് അഴിച്ച് കിട്ടിയത് ഇന്നാ. മെമ്മറി കാർഡ് സർവീസ് സെന്ററുകാർ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് കിട്ടുന്നത് വരെ ഇതിലേക്ക് കോള് വരുമ്പോൾ സംശയം തോന്നാതെ പെരുമാറണം. കാർത്തിക അടുത്തു നിന്നതുകൊണ്ട് ഞാനൊരു സഹായം ചോദിച്ചു, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങളുടെ ആവശ്യം എനിക്ക് മനസ്സിലായി. നിങ്ങളെ സഹായിക്കാൻ ഇത്തിരി കുരുത്തക്കേട് കയ്യിലുള്ള ഒരു പെണ്ണ് വേണം അല്ലേ? ഞാനൊരാളെ തന്നാലോ? Yeah.